അപ്പോൾ കോൺഗ്രസ് പക്ഷേ CC3 പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിന് കാരണമായി പ്രാദേശിക നേതാക്കളുടെ വലിയ വികാരം. ഇക്കാലം അത്രയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു CC3 വന്നാൽ ഉടനെ സ്ഥാനാർത്ഥം കൊടുക്കാനാണെങ്കിൽ ഇപ്പം ഞങ്ങൾ എന്തിന് പ്രവർത്തിച്ചു എന്ന ചോദ്യം വലിയ തോതിൽ അവിടെ പ്രാദേശികമായി ഉയർന്നു. അതുമാത്രമല്ല, അവിടെ CC3 മത്സരിക്കുന്ന ഇടത് വോട്ടുകൾ സ്പ്ലിറ്റാക്കാൻ ഇടയാക്കും, അതുവഴി UDF ജയിക്കാം എന്ന പ്ലാനിൽ എന്തായാലും CC3 മത്സരിപ്പിക്കേണ്ടതില്ല. അവിടെ CC3 പല ഉന്നത നേതാക്കളെയും ആവർത്തിച്ചു പോയി കണ്ടതാണ്. പക്ഷേ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും UDF അവിടെ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നാണ് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത്. ശ്രീത്ത്, എത്ര രാഷ്ട്രീയ അവസരങ്ങളുടെ കലയാണെന്ന് പറഞ്ഞാലും പേരിനെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം. CPIയുടെ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച MLA, സിറ്റിംഗ് MLA അവിടെ BJP ക്യാമ്പിലേക്ക് എത്തി പ്രാഥമിക അംഗത്വം എടുത്ത് നാളെ താമരച്ചിഹ്നത്തിൽ മത്സരിക്കാൻ പോവാ. അദ്ദേഹം ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു പോയിരുന്നത്. കാരണം കോൺഗ്രസ് കൊണ്ടുപോയി ചതിച്ചു എന്നായിരുന്നു മൂന്തൻ ക്യാമ്പ് പറഞ്ഞിരുന്നത്. കാരണം കൃത്യമായി ഉറപ്പായിരുന്നു മൂന്തൻ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണം ഗീതാ ഗോപിക്കും CPI നേതാക്കൾക്കുമെതിരെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നത്. അത് ആ ഒരു പിന്തുണ നൽകാമെന്ന് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും മുകുന്ദനെ പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയിരുന്നില്ല. പക്ഷേ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് അതുതന്നെയാണ് പ്രധാനമായും. കാരണം CC3 വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഈ ഹാളിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CC3 വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഈ ഹാളിലേക്ക് എത്തിച്ചേരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്രനാൾ കൃത്യമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുണ്ടായിരുന്ന ഒരു ഇടത് MLA, താൻ കമ്മ്യൂണിസ്റ്റാണ് ജീവിതാവസാനം വരെ എന്ന് പ്രഖ്യാപിച്ച ഇടത് MLA, അദ്ദേഹം നാട്ടികയുടെ MLA ആയ CC3 BJPയുടെ ജില്ലാ കാര്യാലയത്തിലേക്ക്, ജില്ലാ ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യലിസം, അത്തരത്തിലുള്ള രാഷ്ട്രീയ ആദർശങ്ങൾ തന്റെ മുതൽക്കൂട്ടാണെന്ന് മുൻപ് തന്നെ പ്രഖ്യാപിച്ച, വിശപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച CC3 ഒരു കാവിഷാൾ അണിയാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അത് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും ഇല്ലെങ്കിലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം ഉണ്ട്. കാരണം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ മറ്റാരും തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. BJPയുമായി സഖ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് CC3. BJPയുമായി സഖ്യത്തിലില്ലാത്തതിന് കാരണം അത് പ്രത്യയശാസ്ത്ര പ്രശ്നമാണ്, രാഷ്ട്രീയമായ വിരുദ്ധചേരിയാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് CC3. പക്ഷേ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവസരം, സ്ഥാനാർത്ഥിത്വം, സ്ഥാനം, അധികാരം എന്നതിൻ്റെ മുന്നിൽ ഈ പറയുന്ന പ്രത്യയശാസ്ത്രവും ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഒക്കെ പഴയ ചാക്കാണ് എന്ന് തെളിയിച്ച നേതാക്കൾ ഒരുപാടുണ്ട്. അതിൽ CC3 മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് രാഷ്ട്രീയം. ഇക്കാലത്തെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അധികാരത്തിന് വേണ്ടി വളരെ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് എത്തുകയും സീറ്റ് നേടി സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഒന്നല്ല, ഒരു ക്യാമ്പിലല്ല, BJP ക്യാമ്പിലല്ല, ഇടത് ക്യാമ്പിലല്ല, വലത് ക്യാമ്പിലല്ല, പല ക്യാമ്പുകൾ നമ്മൾ ഈ കാലങ്ങളിൽ വല്ലാതെ കാണുന്നുണ്ട്. അത് ഈ കാലത്തിന്റെ പ്രത്യേകത. ഈ കാലത്ത് പ്രത്യയശാസ്ത്രം എന്നത് ഒരു തമാശ വാക്കാവുന്ന ഒരു കാലം കൂടിയാണത്. അത് അതിന്റെ അക്കാദമിക് കാര്യം. പക്ഷേ ഇവിടെ നാട്ടികയിൽ BJPക്ക് അത്യാവശ്യം വോട്ടുള്ള മണ്ഡലത്തിൽ CC3 ഒരു പ്രതിച്ഛായ മുതലെടുത്ത് ജയിക്കാം എന്നാണ് BJPയുടെ പ്രതീക്ഷ. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ആദർശനെ ക്ഷണിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ഭരണവർഗ മുന്നണികളിൽ നിന്ന് വളരെ പ്രഗത്ഭരായ ഒട്ടനവധി നേതാക്കൾ BJPയിലേക്ക് ചേരുന്ന ഒരു കാലയളവാണ്. വളരെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായും UDFന്റെ ജമാഅത്ത് രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ ജനാധിപത്യം സഖ്യം നേതൃത്വം കൊടുക്കുന്ന NDAയുമായി സഹകരിക്കുന്നതിന് വേണ്ടി BJPയിൽ ചേരുന്നതിന്റെ ഭാഗമായി വളരെ പ്രമുഖരായ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.